HDFC ബാങ്കിന്റെ DIFC ശാഖയ്ക്ക് പുതിയ ക്ലയന്റുകളെ സ്വീകരിക്കുന്നതിൽ നിന്ന് വിലക്കി ദുബായ് അതോറിറ്റി. സുരക്ഷാ മാനദണ്ഡങ്ങൾ മറികടന്ന് UAE-യിലെ റീറ്റെയിൽ നിക്ഷേപകർക്ക് ഉയർന്ന അപകട സാധ്യതയുള്ള ബോണ്ടുകൾ വിറ്റുവെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. സെപ്റ്റംബർ 25 വരെ ഓൺബോർഡിംഗ് പ്രക്രിയ പൂർത്തിയാക്കാത്ത പുതിയ ക്ലയന്റുകളെ അഭ്യർത്ഥിക്കുന്നതോ ഓൺബോർഡിംഗ് ചെയ്യുന്നതോ ബിസിനസ് നടത്തുന്നതോ വിലക്കിയാണ് നടപടി. സാമ്പത്തിക ഉൽപ്പന്നങ്ങളിൽ ഉപദേശം നൽകൽ, നിക്ഷേപങ്ങളിൽ ഇടപാടുകൾ ക്രമീകരിക്കൽ, ക്രെഡിറ്റ് സംബന്ധിച്ച് ഉപദേശം നൽകൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഈ നിയന്ത്രണം ബാധകമാണ്. നിലവിലുള്ള ക്ലയന്റുകൾക്ക് സേവനം തുടർന്നും ലഭിക്കും. കൂടാതെ അറിയിപ്പിന് മുമ്പ് ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നവർക്ക് ഇപ്പോഴും ഓൺബോർഡിംഗ് പൂർത്തിയാക്കാം. പലസ്തീൻ അതിർത്തിയിൽ നടക്കുന്ന യുദ്ധം അടിയന്തരമായി നിർത്തണമെന്ന് UAE ആവശ്യപ്പെട്ടു. സ്ഥിരവും ശാശ്വതവുമായ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും UAE പ്രതിനിധീകരിച്ച് സംസാരിച്ച സഹമന്ത്രി ലന സാക്കി നുസൈബ ആവശ്യപ്പെട്ടു. ഗാസയിലെ സൈനിക അതിക്രമങ്ങൾക്ക് അറുതി വരുത്തണമെന്നും ബന്ദികളെയും തടഞ്ഞുവെച്ചവരെയും അടിയന്തരമായി മോചിപ്പിക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. തടസ്സമില്ലാതെ മാനുഷിക സഹായം എത്തിക്കണമെന്നും UAE UN-ൽ ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് പാവങ്ങളെ ആക്രമിക്കുന്നതിനെ എന്തിന്റെ പേരിലായാലും ന്യായീകരിക്കാനാവില്ല. വെസ്റ്റ് ബാങ്കിന് നേരെ നടത്തുന്ന ഭീഷണികളെയും അംഗീകരിക്കാനാവില്ലെന്നും UAE വ്യക്തമാക്കി. ഖത്തറിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെയും UAE അപലപിച്ചു. UAE-യിലെ ഉംറ ഓപ്പറേറ്റർമാർ തീർത്ഥാടകർക്ക് കർശന നിർദ്ദേശം നൽകി. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ താമസ സൗകര്യവും മക്കയിലേക്കും മദീനയിലേക്കുമുള്ള യാത്രയും നിർബന്ധമായും മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കണം. ഉംറ വിസ, ഹോട്ടൽ ബുക്കിംഗ്, അംഗീകൃത ഗതാഗത സൗകര്യം എന്നിവ ഉറപ്പാക്കിയാണോ എത്തിയിരിക്കുന്നതെന്ന് ജിദ്ദ, മദീന വിമാനത്താവളങ്ങളിൽ അധികൃതർ കർശനമായി പരിശോധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് UAE-യിലെ ടൂർ ഓപ്പറേറ്റർമാർ തീർത്ഥാടകർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. വിസ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ പുണ്യസ്ഥലങ്ങളിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കുമുള്ള യാത്രയും താമസവും തീർത്ഥാടകർ ക്രമീകരിക്കണം. NTV UAE to the world.